ഈ 5 മിസ്റ്റേക്കുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ ബെഡ്റൂമിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫിന് സെക്സിനോടുള്ള താല്പര്യം കംപ്ലീറ്റ്ലി ഇല്ലാതാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്നെന്ന് പറയുകയാണെങ്കിൽ, ആകെ കിട്ടുന്ന ടൈമാണ് ഞാൻ കുറച്ച് നേരം ഫോണിൽ ഫോക്കസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ബെഡ്റൂമിൽ വന്ന് വൈഫിനെ കംപ്ലീറ്റ് ആയിട്ട് അവഗണിക്കുന്നത്. ഇത് നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമസി കുറയ്ക്കുകയും ഇതിനോടുള്ള താല്പര്യം കുറയ്ക്കുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, ഒരുപക്ഷെ പുരുഷന്മാർക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കുന്നതാണ്. താല്പര്യമാണെങ്കിലും ആ ഒരു സെക്സ് എന്ന പ്രോസസ്സാണെങ്കിലും രതിയാണെങ്കിലും ഇത് പെട്ടെന്ന് നടക്കുന്നത് പോലെ തന്നെ സ്ത്രീകളിൽ ഭയങ്കര സ്ലോ ആണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് രതിമൂർച്ചയിലേക്ക് എത്തുന്ന ടൈമായിരിക്കും അവർക്ക് താല്പര്യം വന്നു തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ എപ്പോഴും പേസ് കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ വൈഫിന് എന്തിനാണിത്, ഇതെനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ എന്ന ധാരണയിൽ ഇതിനോട് താല്പര്യം കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. സോ എപ്പോഴും കീപ്പ് ഇറ്റ് സ്ലോ. അതേപോലെ പറയാനുള്ളതാണ്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് സെക്സൊക്കെ കഴിഞ്ഞു എല്ലാം ഹാപ്പിയാണ്, തിരിഞ്ഞ് കിടന്നുറങ്ങാം എന്ന് വിചാരിക്കുന്ന ഈ മനോഭാവം ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് എപ്പോഴും എന്നോട് എന്തോ താല്പര്യമില്ലേ, എന്നോട് സ്നേഹമില്ലേ എന്നുള്ള ഫീലിംഗ് ആണ് അവർക്ക് വരാൻ പോകുന്നത്. അപ്പോൾ തുടരെ ഈ ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ വേണ്ട, എനിക്കിനി സെക്സ് വേണ്ട, എന്നോട് താല്പര്യമില്ലാത്ത ഒരാളോട് ഞാൻ എന്തിനാണ് കിടന്നു കൊടുക്കുന്നത് എന്ന ഫീലിങ്ങിലേക്ക് നിങ്ങളെ പാർട്ട്ണർ എത്താൻ ചാൻസ് ഉണ്ട്. അതേപോലെ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ പേഴ്സണൽ ഹൈജീൻ നിങ്ങൾ കംപ്ലീറ്റ്ലി കീപ്പ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ, നിങ്ങൾ വരുന്ന ടൈമിൽ നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയാസിലുള്ള മുടികളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഹൈജീൻ ആണെങ്കിലും ഓറൽ ഹൈജീൻ ആണെങ്കിലും സ്മെല്ലാണെങ്കിലും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന്, അത് നിങ്ങളുടെ ഹൈജീൻ എന്ന് മാത്രമല്ല നിങ്ങളുടെ ഫിസിക്ക് പോലും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എൻ്റെ വയറും എൻ്റെ ശരീരം, എൻ്റെ ബോഡി എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം നിങ്ങളിൽ നിങ്ങളുടെ വൈഫ് കാണുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഇതിൽ സ്വാഭാവികമായിട്ടും ഒരു വിരക്തി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.